നമസ്കാരം. നാം അറിയാതെ ശിവക്ഷേത്രങ്ങളിൽ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. കാരണം ഇത് കണ്ടു പഠിച്ചതാണ്. ശിവനെ കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ നാം ആദ്യം പ്രാർത്ഥിക്കുന്നത് നന്ദിയുടെ അടുത്താണ്. അപ്പം നന്ദിയെ കാണുമ്പം നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നന്ദിയുടെ കൊമ്പുകളുടെ ഇടയിലൂടെ ഭഗവാനെ നോക്കുവാൻ ശ്രമിക്കും. നന്ദിയുടെ ചെവിക്ക് പിടിച്ചൊരു അതിനെ ഒന്ന് തിരിക്കും. ഇല്ലെങ്കിൽ നന്ദിയുടെ ചെവിയിൽ നമ്മുടെ റിക്വസ്റ്റ് അയക്കും. എന്നിങ്ങനെ കുറേ കലാപരിപാടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ നന്ദി ധർമ്മോഹി ഭഗവാൻ വൃഷഹ എന്ന് പറയുന്നു, ധർമ്മമാണ്. അപ്പോൾ ശിവൻ ധർമ്മത്തെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് ലഭിക്കുകയാണ്. ശിവൻ വരണമെങ്കിൽ, ശിവൻ അനുഗ്രഹിക്കണമെങ്കിൽ, ശിവം എന്ന് പറയുന്നത് മംഗളമാണ്. ശിവം ലിംഗ്യതേ, ശിവത്തെ സൂചിപ്പിക്കുന്നത്, മംഗളകാരി, മംഗളത്തെ സൂചിപ്പിക്കുന്നത് ശിവലിംഗം, ശിവം ലിംഗ്യതേ. അപ്പം അങ്ങനെ ശിവൻ വരണമെങ്കിൽ, ശിവൻ പ്രസാദിക്കണമെങ്കിൽ, മംഗളം വരണമെങ്കിൽ ധർമ്മം ചെയ്യണം എന്നുള്ളതാണ് ശിവലിംഗവും നന്ദിയും തമ്മിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാം ആദ്യം നന്ദിയുടെ ചെവി പിടിച്ച് തിരിക്കരുത്, അപേക്ഷയാണ്. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർ കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക. ഇനിയിപ്പോൾ ചിലവർക്ക് പറ്റില്ല എന്ന് വരാം, സെൻറ്റിമെൻ്റാണ്. നന്ദികേശനെ നാം കാണുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. നന്ദികേശ മഹാഭാഗ ശിവധ്യാനപരായണ ഗൗരി ശങ്കരസേവാർത്ഥം അനുജ്ഞാം ദാതുമർഹസി. ശിവനെ ദർശിക്കുവാനായിട്ട് പോകുകയാണ്, ഗൗരി ശങ്കരസേവാർത്ഥം. അപ്പോൾ ഗൗരിയെയും ശങ്കരനെയും ദർശിക്കുവാൻ പോവുകയാണ്, അനുജ്ഞ തരണേ എന്ന് നന്ദി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ ആ വഴിയെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്ത് ശിവനെ കാണാനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിന് പകരം നാം ചെയ്യുന്നത് എന്താണ്? കയറിയ ഉടനെ നന്ദിയുടെ ചെവിക്ക് പിടിക്കുന്നു, ഇല്ലെങ്കിൽ നന്ദിയുടെ കൊമ്പിനിടയിലൂടെ നോക്കാൻ ശ്രമിക്കുന്നു, നന്ദിയെ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ വിഗ്രഹത്തെ നാം തൊടുകയാണ്. വിശേഷേണ ഗ്രാഹയതി. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞാൽ, ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ. ഒരു ബൃഹത്തായ വലിയ ശ്ലോകമാണ്. ഇത്രയും വലിയ മെസ്സേജുള്ള ഒരു ശ്ലോകം കണ്ടിട്ടില്ല. ഇത്രയും വലിയ മെസ്സേജ് ഉള്ളത്. ഇന്നലെ ചെയ്ത ഒരബദ്ധം, ഇത് എവിടെയോ തുടങ്ങി, ഇന്നത് ആചാരമായി. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നന്ദിയുടെ വലത് ചെവിയിൽ മന്ത്രിക്കൂ എന്ന് പറഞ്ഞു തരും. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ ഇടത് ചെവിയിൽ മന്ത്രിക്കൂ എന്ന് പറഞ്ഞു തരും. ഇത് എവിടെ തുടങ്ങി, ആര് തുടങ്ങി, ഒരു പിടിയില്ല. ഈ മെസ്സേജ് നല്ല രീതിയിൽ ഉൾക്കൊള്ളുക. കാരണം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കേരളീയ പൂജാ പദ്ധതിയുണ്ട്. പൊതുവെ സൗത്ത് ഇന്ത്യയിൽ വിഗ്രഹങ്ങളിലൊന്നും തൊടാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, തൊഴുകയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നന്ദികേശ മഹാഭാഗ ശിവധ്യാനപരായണ ഗൗരി ശങ്കരസേവാർത്ഥം അനുജ്ഞാം ദാതുമർഹസി എന്ന് പ്രാർത്ഥനയോടുകൂടി നാം മുന്നോട്ട് പോവുകയാണ്. ശങ്കരനെ സേവിക്കാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ഗൗരിയെ സേവിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്. ഈ ഒരു മെസ്സേജ് എല്ലായ്പ്പോഴും ഓർക്കുക. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ചണ്ഡികേശ്വരൻ കേരളീയ ക്ഷേത്രങ്ങളിൽ വളരെ കുറവാണ്. എന്തായാലും പ്രതിഷ്ഠാദി കർമ്മങ്ങളിലും ക്ഷേത്ര സങ്കല്പങ്ങളിലെല്ലാം തന്നെ ഉള്ള ദേവനാണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രവണത തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ്. ഈ ചണ്ഡികേശ്വരൻ്റെ അടുത്ത് പോകുമ്പോൾ നാം ഇങ്ങനെ കൈ തട്ടണം. കൈ തട്ടി അദ്ദേഹത്തെ വിളിച്ചാൽ മാത്രമേ ഉണരുകയുള്ളൂ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ചണ്ഡികേശ്വരൻ നമശിവായ ജപിച്ച് അവിടെ ഇരിക്കുകയാണ്. നമ്മളോ ജപിക്കുന്നില്ല, നമുക്കോ ഇതിനൊന്നും സമയമില്ല. അപ്പോൾ ജപിക്കുന്ന ആളെ വിളിച്ചുണർത്തണോ എന്നുള്ളത് ഏവരും ചിന്തിക്കുക. ചണ്ഡികേശൻ്റെ മുമ്പിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, നമശിവായ 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 എന്ന നാമജപം ശീലിക്കുക. അദ്ദേഹത്തെ കൈതട്ടി വിളിച്ചുണർത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു മെസ്സേജ് നല്ല രീതിക്ക് ഏവരും എടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം.